ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു റഷാസ് വൈബ്സ്. ഇന്നത്തെ വീഡിയോ ഇക്കാക്ക് ലീവുള്ള ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോവുകയാണ്, സിറ്റി സെൻറ്ററിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു ബലൂൺ പാർക്ക് കണ്ടു കേട്ടോ. രസമുണ്ടോ? രസമുണ്ടോ? ഇഷ്ടപ്പെട്ടോ? ചാടാനുള്ളത് അല്ലേ? അതന്നെ. കുഞ്ഞൂസിനും പൊന്നൂസിനൊക്കെ അതിലൊന്ന് ചാടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ടൈമില്ല, അതുകൊണ്ട് തന്നെ നമ്മളതിലൊന്നും കയറ്റിയില്ല. അവർ പൊന്നൂസിന് പിന്നെ അവിടെ തന്നെ നിൽക്കണം എന്ന് ആഗ്രഹം. ഒരു വിധത്തിൽ കുഞ്ഞൂസിനെയും പൊന്നൂസിനെയും കൊണ്ട് ഞങ്ങളിതാ വീണ്ടും നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എസ്കലേറ്റർ കണ്ടാൽ പിന്നെ പൊന്നൂസ് ഒരൊറ്റ ഓട്ടമാണ് കേട്ടോ അതിൽ കയറാൻ വേണ്ടിയിട്ട്. താഴത്തേക്ക് വരുന്നതാണോ മേലേക്ക് പോകുന്നതാണോ അതൊന്നും അവൾക്ക് നോട്ടമില്ല, അവൾക്കതപ്പം കയറണം. പിന്നെ അവിടെ നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. അതൊക്കെ കണ്ടിങ്ങനെ നടന്നു കേട്ടോ. ചെരുപ്പുകളും ബാഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഇത് കുട്ടികളുടെ ഒരു ടോയ് ഷോപ്പാണ് കേട്ടോ. പൊന്നൂസിനങ്ങനെ അതിൻ്റെ ഉള്ളിലേക്കൊരു ഇങ്ങനെ ഒരു വലിവുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ നടന്ന് പോവുകയാണ്. അപ്പോൾ ഇക്ക പറഞ്ഞു നമുക്ക് ആദ്യം ഇവിടെ ഉള്ളതൊക്കെ ഒന്ന് കണ്ടിട്ട് പിന്നെ നമുക്ക് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ആ മാളൊക്കെ ഒന്ന് ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ പോണത് അറിയില്ല അല്ലേ. അപ്പോൾ ഇതാ കാണുന്നത് കാരിഫോർ ആണ് കേട്ടോ. അപ്പോൾ ഇക്ക പറഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് കാരിഫോറിൽ കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതാണ്ടോ എസ്കലേറ്റർ കണ്ട അപ്പോൾ പൊന്നൂസയിൽ ചാടിക്കയറും. എന്തായാലും നമുക്ക് അങ്ങോട്ട് മേലേക്ക് തന്നെയാണ് പോകേണ്ടത്. പിന്നെ അവൾ ഒറ്റയ്ക്ക് നിന്നോളൂ കേട്ടോ, അവൾക്കൊരു പേടിയുമില്ല. പെരുന്നാളിൻ്റെ ആ ഒരു സമയമായതുകൊണ്ട് നല്ല ഈദിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളിത് എത്തിപ്പെട്ടത് ഗോൾഡ് സൂക്കിലായിരുന്നു കേട്ടോ. ഇവിടെ ഫുൾ ജ്വല്ലറികളായിരുന്നു, ഷോപ്പുകളെല്ലാം ഗോൾഡിൻ്റെ ആ ഒരു ഷോപ്സ് ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ആ ഒരു അത്രയും കനമുള്ള മാലകളൊന്നും ഞാൻ കണ്ടിട്ട് തന്നെ ഇല്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഇത്ര വലിയ വലിയ മാലകളൊക്കെ കാണുന്നത്. പിന്നെ ഈ ഒരു ഹോം ഡെക്കോറിൻ്റെ ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. Gifts. Okay. Also, you see? താങ്ക് യു പറഞ്ഞു. Thank you. Thank you. Big boy. Big boy. Big boy. Big boy. ഞങ്ങളിതുപോലെ നടന്നു പോകുമായിരുന്നു. അപ്പോൾ അവർ വിളിച്ചു കേട്ടോ. ആ ഒരു അറബിയും അവരും അത് പെർഫ്യൂമൊക്കെ ഇതാക്കുന്ന ഒരു ചെറിയൊരു കൗണ്ടറാണ്. അപ്പോൾ അവിടുന്ന് ഈ പൊന്നൂസിനൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഒരു പെർഫ്യൂമിൻ്റെ ഒരു ചെറിയൊരു ബോട്ടിലായിരുന്നു കേട്ടോ. നല്ല മണം ഉണ്ടായിരുന്നു അത്. അപ്പോൾ അവർ പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ അവർ പറഞ്ഞു ഇത് നിങ്ങൾക്കുള്ളൊരു ഗിഫ്റ്റാണ്, മോൾക്കുള്ളൊരു ഗിഫ്റ്റാണെന്ന് പറഞ്ഞിട്ടാണ് അവർ ഞങ്ങൾക്ക് തന്നത്. അതിനുശേഷം ഞങ്ങളിതാ മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷോപ്പിലേക്ക് കയറുകയാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് ഡ്രസ്സുകളും ചെരുപ്പും ഒക്കെ മക്കൾക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. ഡ്രസ്സൊക്കെ നോക്കിയപ്പോൾ ഓഫറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ചെരുപ്പ് അങ്ങനത്തെ പൊന്നൂസിന് ചെരുപ്പ് വാങ്ങിക്കാനുണ്ടായിരുന്നു, കുഞ്ഞൂസിന് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള സോക്സും കാര്യങ്ങളും കുറച്ച് ജ്വല്ലറി ഐറ്റംസും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് വാങ്ങിച്ചത്.
നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ പൊന്നൂസ് ഇത് ഈ ഒരു ബ്ലാക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ചെരുപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ചെറിയ കുട്ടികൾക്ക്, ജനിച്ച കുട്ടികൾക്കുള്ള മുതൽ അവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് അവിടെ. പൊന്നൂസ് ഇതാ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വലിച്ച് ഇടുന്നുണ്ട് കേട്ടോ. എത്ര കണ്ടാലും മതി വരുന്നില്ല കേട്ടോ ഈ ഒരു കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസൊക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരുവിധം പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് ബില്ലിംഗ് സെക്ഷനിൽ എത്തിയപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് കേട്ടോ. നല്ല കളർഫുള്ളായിട്ടുള്ള ബൗളുകളും പ്ലേറ്റും സ്പൂണൊക്കെ കണ്ടപ്പോൾ എനിക്ക് മേടിക്കാതിരിക്കാൻ തോന്നിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ ഇത് വാങ്ങിച്ചിട്ടില്ല. പ്ലേറ്റുകളും അതുപോലെ സ്പൂണുമാണ് വാങ്ങിച്ചത്. പിന്നെ ഇതാ കപ്പ്, അതേപോലത്തെ കപ്പുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വരുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ ഈ ഒരു ഫാൻസി സെക്ഷനിലേക്കാണ് വന്നത് കേട്ടോ. ഹെയർ ആക്സസറീസും അതുപോലെ തന്നെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. നല്ല ഭംഗിയുള്ള കാര്യങ്ങളുണ്ട്. പെൺകുട്ടികളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു സെക്ഷൻ നമുക്ക് വിട്ട് കളയാൻ പറ്റില്ലല്ലോ. നല്ല ഭംഗിയാണ് കാണാൻ. എല്ലാതും നല്ല നല്ല വെറൈറ്റി സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ നോക്കി നടക്കുകയാണ് കേട്ടോ. കൂടുതലൊന്നും വാങ്ങിച്ചിട്ടില്ലെങ്കിലും ഇതൊക്കെ ഇങ്ങനെ നോക്കി നടക്കാൻ തന്നെ ഒരു രസമാണല്ലോ. കാരണം ഇത്രയൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ. പക്ഷെ ഓരോരോ മോഡലുകൾ കാണുമ്പോൾ നമുക്കതിങ്ങനെ വാങ്ങിക്കാനുള്ളൊരു ആഗ്രഹം വരും കേട്ടോ. പക്ഷേ അത്രയൊന്നും വാങ്ങിച്ചിട്ടില്ല. പറ്റിയത് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ, അത്യാവശ്യമുള്ളത് മാത്രം. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് അറിയാലോ, ഒരുപാട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞങ്ങൾ വന്നിട്ട് ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഒന്നുമില്ല, ഒക്കെ കുറച്ച് അത്യാവശ്യമുള്ളത് മാത്രമാണ് വാങ്ങിക്കുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇതാ പൊന്നൂസ് ഇതേപോലെ ഓരോന്നെടുത്തിട്ട് കൊണ്ടുവരും കേട്ടോ. തലയിൽ വെക്കും. പക്ഷെ അവളത് അങ്ങനെയൊന്നും ഇടില്ല. അപ്പോൾ അതുകൊണ്ട് തിരിച്ചങ്ങോട്ട് തന്നെ വെച്ചു. അങ്ങനെ ബില്ലൊക്കെ അടയ്ക്കാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു ഏരിയയിൽ ഇതാ കുട്ടികൾക്കുള്ള കുറച്ച് കളറിങ് സെറ്റ്, അതുപോലെ ഈ ഒരു വൈറ്റ് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പൊന്നൂസിന് വേണ്ടിയിട്ട് ഈ ഒരു വൈറ്റ് ബോർഡ് എടുത്തു കേട്ടോ. അപ്പോൾ അവൾക്ക് കുറച്ച് ഒന്നിങ്ങനെ എഴുതിയിട്ടൊക്കെ ഒന്ന് കളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ ബില്ലടയ്ക്കുന്ന ആ ഒരു ഏരിയയിൽ. അപ്പോൾ ആ സമയം കൊണ്ട് ഇതാ പൊന്നൂസ് എല്ലാ ടോയ്സും എടുത്ത് ഇങ്ങനെ വലിച്ചിടുന്നുണ്ട്. അങ്ങനെ ബില്ലൊക്കെ അടച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോവുകയാണ്. നല്ല വിശപ്പുണ്ട് കേട്ടോ. കാരണം നല്ല കുറേ ടൈം ആയിട്ടുണ്ട്. ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് എത്തി. പിസ്സ ഹട്ട് നിന്ന് അത് പിസ്സ വാങ്ങിച്ചു, അതുപോലെ മക്ഡൊണാൾഡ്സ് വാങ്ങിച്ചു, ബർഗർ. പിന്നെ വാങ്ങിച്ചത് KFC ആണ്, ചിക്കൻ. പിന്നെ പൊന്നൂസിന് ഒരു അവക്കാഡോ ജ്യൂസ് വാങ്ങിച്ചു കേട്ടോ. അതാകുമ്പോൾ അവൾക്ക് പെട്ടെന്ന് വയറെന്നറിയുമല്ലോ. നന്നായിട്ട് വിശന്നിട്ട് കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിസ്സ ഞങ്ങൾക്ക് ഞാനും കുഞ്ഞൂസും ഉണ്ണിമോളൊക്കെ കൂടിയിട്ടാണ് കഴിച്ചിട്ടോ. അത്യാവശ്യം നല്ല പിസ്സയായിരുന്നു. പിന്നെ അപ്പോൾ ബർഗർ നോക്കിയപ്പോൾ അത്ര വലിയ ബർഗറൊന്നുമല്ല കേട്ടോ, കുഞ്ഞ് ബർഗറായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പിസ്സയും അതുപോലെ ബാക്കിയുള്ള ഫ്രഞ്ച് ഫ്രൈസും അങ്ങനെയൊക്കെ കഴിച്ചു. കുഞ്ഞൂസ് ഇതാ പിസ്സ ഏത് എടുക്കണം എന്നിങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിസ്സ അടിപൊളി പിസ്സയായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചു. പിന്നെ ഇക്ക ബാർബിക്യൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പിസ്സ മതിയെന്ന്. പക്ഷേ ഇക്ക ബാർബിക്യൂ വാങ്ങിച്ചു. പിന്നെ ഇക്കതായി ഒരു പിസ്സയാണ് കഴിക്കാൻ വാങ്ങിച്ചത്. പിന്നെ ഇതാ ഞാൻ പറഞ്ഞില്ലേ ബാർബിക്യൂ, ഇതാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ റൊട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. പക്ഷേ ബാർബിക്യൂ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ണിമോളും ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം വരാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളോട് അവസാനിക്കുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.